Dear students, today we are going to discuss about binary n0 substitution. So here the consecutive zeros, n number of 0 will be substituted. So we will form a code. Okay, so this is the encoding scheme used here. Okay, let us see binary n0 substitution. So binary with n0 substitution is a class of line codes in which if n zeros occur in succession, they are replaced by one of the two special sequences containing some ones to increase timing content. Example for this binary n0 substitution is B3ZS code and B6ZS code, and in this case binary 30 substitution, here binary 60 substitution. So consecutive three zeros will be substituted here. Here consecutive 6 zeros will be substituted. Okay. In B6ZS, a string of 6 zeros is replaced with 0VB, 0VB, and in B3ZS is slightly more complex than B6ZS, in which a string of 3 0 is replaced with either 00V or B0V. This depends on the number of B pulses between the consecutive V pulses is odd or even. So binary n0 substitution എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് BNZS എന്ന് പറയുന്നത്. കോൺസിക്യൂട്ടീവായിട്ട് സീറോസ് വരുമ്പോൾ അതിനെ എൻകോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്കീമാണ് ബൈനറി n0 സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് തന്നെ രണ്ട് തരത്തിലുണ്ട്. നമ്മളിവിടെ നിങ്ങളുടെ സിലബസിൽ പഠിക്കുന്നത് B3ZS അതുപോലെ തന്നെ B6ZS ആണ്. അപ്പോൾ ഈ B3ZS എന്ന് പറയുമ്പോൾ ഇതിൽ 3 സീറോസിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. B6ZS എന്ന് പറയുമ്പോൾ ഇതിനെ 6 സീറോസാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അൽഗോരിതം ഉണ്ട്. നമുക്ക് B6ZS എന്ന് പറയുമ്പോൾ അത് കുറച്ച് സിമ്പിളാണ്. അപ്പോൾ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, അപ്പോൾ 6 സീറോസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആദ്യത്തെ 3 സീറോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് 0VB എന്നുള്ള കോഡ് കൊണ്ടും അത് കഴിഞ്ഞിട്ടുള്ള സീറോസിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് 0VB എന്നുള്ള കോഡ് കൊണ്ടാണ്. ഓക്കെ, ഇതിൽ V എന്ന് പറയുന്നത് വയലേഷൻ ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. B എന്ന് പറയുന്നത് ബൈപോളാർ ഓൾട്ടറേഷൻ ആണ്. അതെന്താണെന്ന് നമുക്ക് കമ്മിങ് സ്ലൈഡ്സിൽ പറയാം. ഓക്കെ, അപ്പോൾ 6 സീറോസിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് 0VB ആൻഡ് 3 സീറോസിനെ കുറച്ചും കൂടി കോംപ്ലക്സ് മെത്തേഡിലാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ നമുക്ക് B0V എന്ന് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ 00V. അപ്പോൾ ഇതിൽ ഏതാണ് യൂസ് ചെയ്യുന്നത് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത് രണ്ട് കോൺസിക്യൂട്ടീവ് V പൾസസിന് ഇടയിൽ വയലേഷൻ ഇടയിൽ എത്ര B പൾസസ് ഉണ്ട് എന്നതിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ യൂസേജ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സപ്പോസ് ഇഫ് ദർ ആർ ഓഡ് നമ്പർ ഓഫ് bipolar pulses between the violation, then we will use 00V. Okay, if there are even number of pulses, bipolar pulses between two consecutive violations, then we will code the 3 zeros by B0V. അതായത് രണ്ട് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള വയലേഷൻ ഇടയിൽ ഓഡ് നമ്പർ ഓഫ് ബൈപോളാർ പൾസസ് ആണ് വരുന്നതെങ്കിൽ 00V എന്നുള്ള കോഡ് വെച്ചിട്ടാണ് നമ്മൾ 3 കോൺസിക്യൂട്ടീവ് സീറോസിനെ എൻകോഡ് ചെയ്യുക. ഇനി സപ്പോസ് രണ്ട് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള വയലേഷൻ ഇടയിൽ ഈവൺ നമ്പർ ഓഫ് ബൈപോളാർ പൾസസ് ആണ് വരുന്നതെങ്കിൽ നമ്മളതിനെ എന്ത് വെച്ചിട്ടാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? B0V എന്നുള്ള കോഡ് വെച്ചിട്ട്. ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, application of B3ZS code is it is used in the digital signal 3, that is DS3 signal, and is also used in the long distance for coaxial transmission system. So B6ZS code is used in the digital signal 2, that is DS2 signal, and also in bipolar violation detection. So telephony കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ ടെലിഫോൺ വോയിസ് സിഗ്നലിനെ എൻകോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വോയിസ് സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിജിറ്റൽ സിഗ്നൽ കാരിയറായ DS0, DS1, DS2, DS3 എന്നുള്ള കുറേ ഡിജിറ്റൽ സിഗ്നൽ കാരിയേഴ്സ് ഉണ്ട്. അതിലാണ് നമ്മൾ വോയിസിനെ മോഡുലേറ്റ് ചെയ്തിട്ട് അയക്കുന്നത്. അപ്പോൾ അങ്ങനെ മോഡുലേറ്റ് ചെയ്യുന്നതിന് മുന്നേ എൻകോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ B3ZS കോഡും B6ZS കോഡും യൂസ് ചെയ്യുന്നത്. അപ്പോൾ വോയിസിനെ നമ്മൾ ഡിജിറ്റൽ സിഗ്നലാക്കി മാറ്റുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് അതിൽ ഒരുപാട് സീറോസും വൺസും ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ വൺസിൻ്റെ സീറോസിൻ്റെ കോമ്പിനേഷൻ ആയിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെ കോൺസിക്യൂട്ടീവായിട്ട് സീറോസ് വരുമ്പോൾ കറസ്പോണ്ടിങ് എൻകോഡിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ B3ZS കോഡും അതുപോലെ തന്നെ B6ZS കോഡും യൂസ് ചെയ്യുന്നത്. സോ ലെറ്റ് us see the details of B3ZS code or 30 substitution algorithm. In B3ZS format, each string of 3 zeros is the source data
is encoded with either 00V or B0V. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. 3 zeros കോൺസിക്യൂട്ടീവ് ആയിട്ട് അടുത്ത് വരും. അതിന് ഒന്നുകിൽ നമ്മൾ എൻകോഡ് ചെയ്യുന്ന ഫോമാറ്റ് 00V ആയിരിക്കാം, അല്ലെങ്കിൽ B0V ആയിരിക്കാം. ഈ V എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന പൾസിനനുസരിച്ചിട്ടാണ് ഉണ്ടാവുക. ഓക്കെ, അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ V റെപ്രസെൻറ്റ്സ് വയലേഷൻ, B റെപ്രസെൻറ്റ്സ് എന്താണ്, ബൈപോളർ ഓൾട്ടർനേഷൻ. അപ്പോൾ 000 എന്നുള്ളത് എൻകോഡ് ചെയ്യുന്ന ഒന്നുകിൽ 00V ആകാം, അല്ലെങ്കിൽ എന്താവാം, B0V ആകാം. Let us have a string 101100. It is represented in BNZS format as binary n return to 0. അപ്പോൾ നമ്മളൊരു 0 ഉണ്ടെന്നിരിക്കും, 101100. അത് BNZS ഫോർമാറ്റ് വെച്ചിട്ട് ബൈനറി, അതായത് BNZS എന്ന് പറഞ്ഞാൽ ബൈനറി n റിട്ടേൺ ടു 0 സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ചിട്ട് എങ്ങനെയാണ് കാണിക്കുകയെന്ന് നോക്കാം. ഓക്കെ, സാധാരണ ബൈപോളാർ ഫോമാറ്റിൽ 101100 എന്ന് നമ്മളെങ്ങനെ ബൈപോളാർ ഫോമാറ്റിൽ കാണിക്കുക? 1ന് പകരം എന്ത് കാണിക്കും? പോസിറ്റീവ് പൾസ് കാണിക്കും അല്ലേ. നെക്സ്റ്റ് 0ന് പകരം 0 തന്നെ കാണിക്കും. പിന്നെ ബൈപോളാറാന്ന് കാണിക്കുമ്പോൾ പോസിറ്റീവ് പൊളാരിറ്റി നെഗറ്റീവ് പൊളാരിറ്റി ഉണ്ട് അല്ലേ. അപ്പോൾ കോൺസിക്യൂട്ടീവായിട്ട് 1 വരുമ്പോൾ അതിനെന്താവും, -1 ആയിട്ട് കാണിക്കും. നെക്സ്റ്റ് കോൺസിക്യൂട്ടീവ് 1-നകത്ത് +1 ആയിട്ട് കാണിക്കും. അപ്പോൾ റിട്ടേൺ ടു 0 ഫോമാറ്റ് ആയതുകൊണ്ട് എല്ലാ പൾസിനും കറസ്പോണ്ട് ഹാഫ് ഡ്യൂറേഷൻ പൾസിൽ ആണ് കാണിക്കുക. ഇത് 1ന് പകരം +1 ഹാഫ് ഡ്യൂറേഷനിലെത്തിക്കഴിഞ്ഞാൽ നെഗറ്റീവിലേക്ക് പോകും. പിന്നെ 0 വരുമ്പോൾ 0 തന്നെയാണ് വരുന്നത്. പിന്നെ നെക്സ്റ്റ് 1 വരുമ്പോൾ നേരത്തെ പോസിറ്റീവ് പൾസാണ് 1ന് പകരം യൂസ് ചെയ്തത്. അപ്പോൾ ഇപ്പോഴെന്ത് യൂസ് ചെയ്യും, നെഗറ്റീവ് പൾസ് യൂസ് ചെയ്യും. അതും ഹാഫ് ഡ്യൂറേഷൻ പൾസ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ 1 വരുമ്പോൾ പോസിറ്റീവ്, അതായത് കോൺസിക്യൂട്ടീവ് 1ന് പകരം പോസിറ്റീവും നെഗറ്റീവും പൾസസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, 0ന് പകരം 0. അപ്പോൾ 0 ഈസ് എൻകോഡഡ് ഇൻറ്റു 0 വോൾട്ടേജ് and 1 is encoded into positive or negative voltage. So consecutive ones will be replaced with the positive and negative pulses. Okay. So 00V line code is consisting of 2-bit interval with no pulse followed by a pulse representing a bipolar violation. Suppose 00V വെച്ചിട്ട് നമ്മൾ എൻകോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ 2 ബിറ്റ് പൊസിഷനിൽ എന്താണ്, 0 പൾസസ് അല്ലേ. 00 എന്നുള്ള വോൾട്ടേജ് ആണ് ഉണ്ടാവുക. പിന്നെ മൂന്നാമത്തെ പൾസിലാണ് പൊസിഷനിലാണ് അതിൻ്റെ V എന്നുള്ള വയലേഷൻ പൾസ് ഉണ്ടാവുക. ഓക്കെ, വയലേഷൻ പൾസ് എന്താണെന്ന് പറയാം. അതിപ്പോൾ ബൈപോളർ വയലേഷൻ ഉണ്ടാവുകയാണ്. അപ്പോൾ 101 എന്നാണ് നമ്മുടെ പൾസ് എന്ന് വിചാരിക്കുക. 101 സീക്വൻസ് ആണ് നമ്മൾ അയക്കുന്നത്. അപ്പോൾ അതിനെങ്ങനെയാണ് നമ്മൾ കാണിക്കുക? സപ്പോസ് 101 ആണെങ്കിൽ 1ന് പകരം +1 കാണിച്ചു, 0ന് പകരം എന്ത് കാണിക്കും, 0 തന്നെ കാണിക്കും. നെക്സ്റ്റ് 1ന് പകരം എന്ത് കാണിക്കും, -1 ആണ് കാണിക്കുന്നതെങ്കിൽ ഇതെന്നാണ് B ആണ്, അതായത് ബൈപോളാർ റെപ്രസെൻറ്റേഷൻ. 101 എന്ന് പറയുമ്പോൾ കോൺസിക്യൂട്ടീവ് സീറോസ് അല്ല. അപ്പോൾ 101 എന്നുള്ളൊരു പിച്ച് സ്ട്രിങ് ആണ്. അപ്പോൾ അതിനെ 00B എന്നുള്ള ഫോമാറ്റിലാണ് കാണിക്കുന്നതെങ്കിൽ 1ന് പകരം ബൈപോളർ റെപ്രസെൻറ്റേഷൻ എത്ര, 1 അല്ലേ, പോസിറ്റീവ് സിഗ്നലാണ്. അപ്പോൾ പോസിറ്റീവ് പൾസ് കാണിച്ചു. 0ന് പകരം 0 തന്നെ കാണിച്ചു. നെക്സ്റ്റ് 1ന് പകരം എന്ത് കാണിക്കണം, നെഗറ്റീവ് കാണിക്കണം. കാരണം എന്താ, നേരത്തെ +1 ആണ് കാണിച്ചത്. അപ്പോൾ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 1ന് പകരം എന്താണ്, നെക്സ്റ്റ് നെഗറ്റീവ് സിഗ്നൽ വരും. ഇനി 101 വയലേഷൻ വെച്ചിട്ടാണ് നമ്മൾ കാണിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ 1 എന്ന് പറയുന്നതിന് പകരം +1 കാണിച്ചു, പോസിറ്റീവ് പൾസ്. 0ന് പകരം 0 കാണിച്ചു. ഇനി അടുത്ത 1 കോൺസിക്യൂട്ടീവ് 1ന് പകരം എന്താണ്, വയലേഷൻ വെച്ചിട്ടാണ് കാണിക്കുന്നതെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ താഴെയായിരുന്നു വേണ്ടത്. പക്ഷേ വയലേഷൻ അത് B റെപ്രസെൻറ്റേഷനാണ്, ബൈപോളർ ഓൾട്ടർനേഷൻ റെപ്രസെൻറ്റേഷൻ ആണ്. ഇനി വയലേഷൻ ആണെങ്കിൽ എന്താണ്, നേരത്തെ എന്താണോ 1ന് പകരം യൂസ് ചെയ്ത് അതേപോലെ തന്നെ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് പൾസാണ് യൂസ് ചെയ്യുന്നത്, പോസിറ്റീവ്. ഇനിയിപ്പോൾ നേരത്തെ 1ന് പകരം നെഗറ്റീവ് പൾസാണ് യൂസ് ചെയ്തതെങ്കിൽ നെഗറ്റീവ്. അപ്പോൾ ഇതാണ് ഓൾട്ടർനേഷനും വയലേഷനും തമ്മിൽ റെപ്രസെൻറ്റേഷൻ. അതായത് ബൈപോളാർ സ്കീമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കോൺസിക്യൂട്ടീവായിട്ട് വന്നു കഴിഞ്ഞാൽ ഒന്നിന് പോസിറ്റീവ് സിഗ്നലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അടുത്തതിന് നെഗറ്റീവ് സിഗ്നൽ യൂസ് ചെയ്യണം. അതാണ് സാധാരണ ബൈപോളാർ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. പക്ഷേ വയലേഷനിലാകുമ്പോൾ കോൺസിക്യൂട്ടീവായിട്ടുള്ള വൺസ് വന്നു കഴിഞ്ഞാൽ ഒന്നിന് പകരം +1 ആണ് യൂസ് ചെയ്യുമെങ്കിൽ അടുത്ത 1ന് പകരം എന്താണ് യൂസ് ചെയ്യുക, +1 ആണ് യൂസ് ചെയ്യുക. ഓക്കെ, എ B0V line code consists of a single pulse in keeping with the bipolar alternation followed by no pulse and ending with pulse with a violation. അപ്പോൾ B0V എങ്ങനെയാണ്, B എന്ന് പറയുമ്പോൾ ബൈപോളാർ ഓൾട്ടർനേഷൻ. അപ്പോൾ അതിനൊരു പൾസിന് ബൈപോളർ ഓൾട്ടർനേഷൻ ആണ് കാണിക്കുക. ഇനി 0 എന്ന് പറയുന്നത് 0 പൾസ് ആയിരിക്കും, ആ ഇൻ്റർവെൽ 0 പൾസാണ് ഉണ്ടാവുക. ഇനി V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെന്താണ് ഉണ്ടാവുക, വയലേഷനാണ് കാണിക്കുക. ഇപ്പോൾ ഇത് കാണിച്ചതുപോലെ വയലേഷനാണ് കാണിക്കുക. ഓക്കെ, അപ്പോൾ 00Vയും B0Vയും എൻകോഡിംഗ് സ്കീമിലുള്ള കാര്യമാണ് പറഞ്ഞത്. സോ നമുക്ക് സപ്പോസ് ഒരു പോസിറ്റീവ് നെഗറ്റീവ് പൾസും വന്നെന്ന് വിചാരിക്കുക. സപ്പോസ് 1 വന്നു കഴിഞ്ഞാൽ ഒന്നാമത്തെ 1ന് പകരം സാധാരണ ബൈപോളർ റെപ്രസെൻറ്റേഷനിലാണെങ്കിൽ പോസിറ്റീവ് പൾസിനെ കൊണ്ട് കാണിച്ചു, രണ്ടാമത്തെ 1ന് നെഗറ്റീവ് പൾസ് കൊണ്ട് കാണിച്ചു. ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഒന്നാമത്തെ പൾസ് ഹാഫ് ഡ്യൂറേഷനിലായിട്ടാണ് നമ്മൾ കാണിക്കുക, അത് പോസിറ്റീവും മറ്റേത് നെഗറ്റീവും.
ഇനി വയലേഷൻ വെച്ചിട്ടാണ് കാണിക്കുന്നതെങ്കിൽ കോൺസിക്യൂട്ടീവായിട്ട് വേണം. ഒന്നാമത്തേന് പകരം പോസിറ്റീവ് പൾസാണ് യൂസ് ചെയ്തതെങ്കിൽ രണ്ടാമത്തേന് എന്താണ് യൂസ് ചെയ്യുക? പോസിറ്റീവ് പൾസാണ്. പക്ഷേ ബൈപ്പോളറിലാണെങ്കിൽ നെഗറ്റീവ് പൾസ് വെച്ചിട്ടാണ്. പക്ഷേ വയലേഷൻ വെച്ചിട്ടാണ് കാണിക്കുന്നതെങ്കിൽ രണ്ടും പോസിറ്റീവ് പൾസ് വെച്ചിട്ടാണ് കാണിക്കുക. ഇനി ഒന്നാമത്തെ നെഗറ്റീവ് പൾസിലാണ് തുടങ്ങിയെന്ന് വിചാരിക്കുക. 1 1 എന്നുള്ള സിഗ്നലാണ് നമ്മൾ അയക്കുന്നത്. ഒന്നാമത്തെ നെഗറ്റീവ് പൾസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വയലേഷൻ വെച്ചിട്ടാണെങ്കിൽ രണ്ടാമത്തെ നെഗറ്റീവ് പൾസ് തന്നെയാണ് യൂസ് ചെയ്യുക. So the decision to substitute with 00V or B0V is made so that the number of B pulses between violation is odd. So this is the important rule for this B3ZS code. So we have to choose either of this encoding scheme like B00V or B0V, and this decision is making based on the number of B pulses between the violation. Suppose if it is odd, we will choose 00V. If the number of B pulses between violation is even, then we will encode the string of 3 zeros into B0V. അതായത് രണ്ട് കോൺസ്റ്റിക്യൂട്ടഡ് ആയിട്ടുള്ള വയലേഷൻ ഇടയിലുള്ള ബി പൾസ് ബൈപ്പോളർ പൾസസിൻ്റെ എണ്ണം ഓടാണെങ്കിൽ നമ്മൾ ആ സ്ട്രിങ്ങിനെ 000 എന്നുള്ള സ്ട്രിങ്ങിനെ നമ്മൾ 00V എന്ന് റെപ്രസെൻ്റ് ചെയ്യും. സപ്പോസ് രണ്ട് കോൺസിക്യൂട്ടീവായിട്ടുള്ള വയലേഷൻ ഇടയിലുള്ള നമ്പർ ഓഫ് ബൈപ്പോളർ പൾസസ് എന്ന് പറയുന്നത് ഈവൺ ആണെങ്കിൽ നമ്മൾ അതിനെ ഓടാക്കാൻ വേണ്ടിയിട്ട് അതിലൊരു ബൈപ്പോളർ സ്ട്രിങ്ങും കൂടി ആഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ എൻകോഡ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? B0V എന്നാണ്. ഓക്കെ, ലെറ്റ് us see the substitution rules. സപ്പോസ് പൊളാരിറ്റി ഓഫ് പ്രിസീഡിങ് പൾസ് മൈനസും പ്ലസും നമ്മൾ ടേബിൾ ആക്കിയിട്ടാണ് നോക്കുന്നത്. നമ്പർ ഓഫ് ബൈപ്പോളർ പൾസസ് എന്ന് പറഞ്ഞാൽ വൺസ് ആണ് ഉദ്ദേശിക്കുന്നത്. വണ്ണിന് പകരമല്ലേ നമ്മൾ ബൈപ്പോളർ പൾസസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നോക്കാം. അപ്പോൾ ഓഡ് നമ്പർ ഓഫ് ബൈപ്പോളർ പൾസസ് ആണ് രണ്ട് കോൺസിക്യൂട്ടീവ് വയലേഷൻ ഇടയിൽ ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, നമുക്ക് എന്താ എൻകോഡ് ചെയ്യേണ്ടത്? 000 എന്നുള്ളതാണ് എൻകോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഓഡ് നമ്പർ എന്താ ഉള്ളത്? ഓഡ് നമ്പർ ഓഫ് ബൈപ്പോളർ പൾസസ് ആണുള്ളത്. അപ്പോൾ ഓഡ് നമ്പർ ആകുമ്പോൾ ഞാൻ എന്താ പറഞ്ഞത്? 00V സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അല്ലേ? അപ്പോൾ 00V സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 000ക്ക് പകരം ഈ ഒരു എൻകോഡിങ് സ്കീം വെച്ചിട്ടാണ് നോക്കേണ്ടത്. അപ്പോൾ ആദ്യം പ്രിസീഡിങ് ആയിട്ടുള്ള നെഗറ്റീവാണ്. അപ്പോൾ 00Vനെ എങ്ങനെ കാണിക്കാം? 0ന് വേറെ 0ന് വേറെ 0ന് V എന്ന് പറയുന്നത് വയലേഷനാണ് കാണിക്കേണ്ടതില്ല. നേരത്തെയുള്ള പൾസ് എന്തായിരുന്നു? നെഗറ്റീവാണ്. അപ്പോൾ വയലേഷൻ ആകുമ്പോൾ നെഗറ്റീവ് തന്നെ. ഇതുപോലെ തന്നെ 000ന് നോക്കാം. നമുക്ക് എന്താണ്? പോസിറ്റീവാണ് പ്രൊസീഡിങ് പൾസ് എന്ന് വിചാരിക്കുക. അപ്പോൾ 000ന് എങ്ങനെയാണ് കാണിക്കുക? ഒന്നുകിൽ 00V വെച്ചിട്ട് അല്ലെങ്കിൽ B0V വെച്ചിട്ടാണ്. പക്ഷേ ഇവിടെ എന്താണ് പറഞ്ഞത്? ഓഡ് നമ്പറാണ് ബൈപ്പോളർ പൾസസ് ഉള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഏതാണ് യൂസ് ചെയ്യുക? 00V ആണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്ത് വരും? 0ക്ക് വരെ 0 തന്നെ, ഈ 0ക്ക് വരെ 0 തന്നെ. V എന്ന് പറയുന്ന വയലേഷനാണ്. അപ്പോൾ ഇവിടെ എന്താണ്? പ്രൊസീഡിങ് ബിറ്റ് പ്ലസ് ആണ് ഉപയോഗിച്ചത്. അപ്പോൾ വയലേഷൻ ആകുമ്പോൾ പ്ലസ് തന്നെ വരും. അപ്പോൾ നെക്സ്റ്റ് നോക്കാം. ഈവൺ നമ്പർ ഓഫ് ബൈപ്പോളർ പൾസസ് ഈവൺ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ കോഡ് 000 ആണ്. അപ്പോൾ അതിനെങ്ങനെയാണ് എൻകോഡ് ചെയ്യുക? അപ്പോൾ കോഡ് ഈ നമ്പർ ഓഫ് ബൈപ്പോളർ പൾസസ് ഈവൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് സ്കീമാണ് യൂസ് ചെയ്യേണ്ടത്? B0V എന്നുള്ള സ്കീമിലേക്കാണ് എൻകോഡ് ചെയ്യേണ്ടത്. അപ്പോൾ എന്താണ്? 0ന് പകരം എന്താണ്? B യൂസ് ചെയ്യണം. ബൈപ്പോളർ റെപ്രസെൻറ്റേഷൻ യൂസ് ചെയ്യണം. നേരത്തെ എന്താണ്? മൈനസ് ആയതുകൊണ്ട് ഇവിടെയുള്ള ഇതിന് ഈ 0ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈപ്പോളർ റെപ്രസെൻറ്റേഷൻ എന്താകും? പ്ലസ് ആയി മാറും. 0ന് കറസ്പോണ്ടിങ് ആയിട്ട് 0 തന്നെയായി മാറും. ഇനി നടുവിലുള്ള 0ന് പകരം V ലാസ്റ്റ് 0ന് പകരം വയലേഷനാണ് കാണിക്കുന്നത്. വയലേഷൻ ഇവിടെ ഇപ്പോൾ പ്ലസ് ആണ് യൂസ് ചെയ്തത്. അപ്പോൾ വയലേഷൻ എന്ന് പറയുമ്പോൾ പ്ലസ് തന്നെ യൂസ് ചെയ്യണം. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. പ്രൊസീഡിങ് ബിറ്റ് പ്ലസ് ആണെന്ന് വിചാരിക്കുക. 000 ആണ് നമുക്ക് എൻകോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതെന്ത് വെച്ചിട്ടാണ്? നമ്പർ ഓഫ് ബൈപ്പോളർ പൾസസ് ബിറ്റ്വീൻ ദി കോൺസിക്യൂട്ടീവ് വയലേഷൻ നമ്മൾ ഇമാജിൻ ചെയ്യുകയാണ് ഈവൺ ആണെന്ന്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ B0V വെച്ചിട്ടാണ് നമ്മൾ എൻകോഡ് ചെയ്യേണ്ടത്. അപ്പോൾ എന്തായി മാറും? 0ന് പകരം എന്താവും? ബൈപ്പോളർ റെപ്രസെൻറ്റേഷൻ ആണ് വേണ്ടത്. ഈ പ്ലസിന് ശേഷമുള്ള ബൈപ്പോളർ റെപ്രസെൻറ്റേഷൻ എന്താണ്? മൈനസ് ആയിരിക്കും വരിക. പിന്നെ ഈ 0ന് പകരം 0 തന്നെ വരും. പിന്നെ C0ന് V വെച്ചിട്ടാണ് എൻകോഡ് ചെയ്യുന്നത്. അപ്പോൾ V എന്ന് പറയുന്നത് നേരത്തെ പ്രീവിയസ് ആയിട്ടുള്ള ബൈപ്പോളർ അത് മൈനസ് ആണ്. അപ്പോൾ വയലേഷൻ എന്ന് പറയുന്നത് മൈനസ് തന്നെയാണ്. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ എൻകോഡ് ചെയ്യുക. അപ്പോൾ ലെറ്റ് us see an example. Determine the B3ZS line code for the following data sequence. Okay. അപ്പോൾ ഇതാണ് നമ്മുടെ സീക്വൻസ്. 1 0 1 0 0 0 1 1 0 0 0 0 0 0 0 0 1 0 0 0 1. ഇതാണ് നമ്മുടെ സീക്വൻസ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ഇതിൽ കോൺസിക്യൂട്ടീവായിട്ട് സീറോസ് വരുന്ന പോർഷൻ ഏതാണ്? ഇതാണെന്ന്. പിന്നെ ഇവിടെ കോൺസിക്യൂട്ടീവായിട്ട് 3 സീറോസ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ കോൺസിക്യൂട്ടീവായിട്ട് 3 സീറോസ്. പിന്നെ 2 എണ്ണം, അത് എടുക്കാൻ പറ്റില്ല. പിന്നെ ഇവിടെയാണ് 3 സീറോസ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഗ്രൂപ്പ് ദി കോൺസിക്യൂട്ടീവ് 3 സീറോസ്. B3ZS വെച്ചിട്ടാണ് ചെയ്യാൻ പറയുന്നത്. ഓക്കെ,
So we are grouping like this, okay. So you can make a group like this and നമുക്ക് എന്താണ് പാർട്ടീഷൻ ചെയ്യുന്ന പോലെ ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ 101 ഉള്ളൊരു ഗ്രൂപ്പ് വരും, പിന്നെ ഈ ഒരു ഗ്രൂപ്പ് വരും, പിന്നെ 11 എന്നുള്ള ഗ്രൂപ്പ്, പിന്നെ ഈ ഒരു ഗ്രൂപ്പ്, പിന്നെ 001 എന്നുള്ള ഗ്രൂപ്പ്, പിന്നെ 000, പിന്നെ 1 ഒറ്റക്കായിരിക്കും. അതായത് നമ്മൾ ആദ്യം എന്ത് ചെയ്യും, കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള സീറോസിൻ്റെ 3 എണ്ണമുള്ള സീറോസിനെ ഗ്രൂപ്പ് ചെയ്യും, എന്നിട്ട് ബാക്കിയുള്ളതിനെ ഒന്നിച്ചിട്ട് അങ്ങ് ഗ്രൂപ്പ് ചെയ്യും, ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഗ്രൂപ്പായി തിരിച്ചു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമുക്ക് ഇതിനെ കോഡ് ചെയ്യണം, B3ZS വെച്ചിട്ട് കോഡ് ചെയ്യണം. അപ്പോൾ 2 ചാൻസസ് ഉണ്ടല്ലോ അല്ലേ, 2 അസംഷൻസ് ഉണ്ട്. ഒന്നാമത്തെ അസംഷൻ എന്താണ്, 2 വയലേഷൻ ഇടയിലുള്ള ബൈപോളാർ പൾസസ് ഓടാണെന്നുള്ള അസംഷൻ ഉണ്ട്. അതുപോലെ തന്നെ 2 വയലേഷൻ ഇടയിലുള്ള ബൈപോളാർ പൾസസ് ഇവൺ ആണെന്നുള്ള അസംഷൻ ഉണ്ട്. അപ്പോൾ there are 2 possible sequences depending on whether an odd or even number of pulses has been transmitted following the previous violation. അപ്പോൾ നമ്മൾ പറയുന്നത് ആദ്യം ഒരു വയലേഷൻ ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ സീക്വൻസ് ഇങ്ങനെ എഴുതി, നേരത്തെ നമുക്ക് തന്ന ഈ സീക്വൻസിന് നമ്മൾ ഇതേപോലെ ഇവിടെ എഴുതുകയാണ് ചെയ്തത്. നമുക്കിതിനെ എൻകോഡ് ചെയ്യാണ് വേണ്ടത് അല്ലേ. അപ്പോൾ 00V എന്ന് എൻകോഡ് ചെയ്താലും B0V എന്ന് എൻകോഡ് ചെയ്താലും ലാസ്റ്റ് എന്താണ് വരുന്നത്, V ആണ് അല്ലേ, വയലേഷനാണ്. രണ്ടിൻ്റെ കേസിലും വയലേഷനാണ്. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം. നമ്മൾ ആദ്യം അസ്യൂം ചെയ്യുന്നു, ഇത് ആദ്യം 101 എന്നുള്ള പാറ്റേൺ അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ പ്രീവിയസ്ലി ഒരു വയലേഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. അത് നമ്മൾ അസ്യൂം ചെയ്യുകയാണ് നമ്പർ ഓഫ് ബൈപോളാർ പൾസസ് ബിറ്റ്വീൻ ദി കോൺസിക്യൂട്ടീവ് വയലേഷൻ ഈസ് ഓഡ് എന്നാണ് അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയില്ല ഇതിനു മുമ്പ് എവിടെയാണ് വയലേഷൻ നടന്നതെന്ന് അറിയില്ല. അപ്പോൾ പ്രീവിയസ്ലി നമ്മൾ അസ്യൂം ചെയ്യുകയാണ് അവിടെ ഓടാണ് വയലേഷൻ, നമ്പർ ഓഫ് വയലേഷൻ. അപ്പോൾ 101 എന്ന് പറയുന്നത് സീറോൻ്റെ സ്ട്രിങ് അല്ല. അപ്പോൾ നമുക്കിതിന് സാധാരണ ബൈപോളാർ റിട്ടേൺ ടു 0 കോഡ് ചെയ്യുന്ന എങ്ങനെയാണ് അതുപോലെ തന്നെ ചെയ്യും. അപ്പോൾ 1ന് പകരം പോസിറ്റീവോ അല്ലെങ്കിൽ നെഗറ്റീവ് വോൾട്ടേജ്. അപ്പോൾ നമ്മൾ ആദ്യം പോസിറ്റീവ് വോൾട്ടേജ് എടുക്കുന്നതായിരിക്കും. 1ന് പകരം ഒരു പോസിറ്റീവ് പൾസ് കാണിച്ചു, അപ്പോൾ പ്ലസ് എന്ന് എഴുതാം. 0ന് പകരം 0 എന്ന് തന്നെ കാണിക്കാം. അപ്പോൾ കോൺസിക്യൂട്ടീവ് ആയിട്ട് ചെയ്യുന്ന നെക്സ്റ്റ് 1ന് പകരം എന്ത് കൊടുക്കാം, മൈനസ് എന്ന് കാണിക്കാം. ഓടായിരിക്കുന്ന കേസാണ് പറഞ്ഞത്, ഓക്കെ. അപ്പോൾ ഇത് നമ്മൾ അസംഷനിൽ കഴിഞ്ഞ്. ഇനി അടുത്ത നോക്കാം, കോൺസിക്യൂട്ടീവ് 0 ആണ്. അപ്പോൾ കോൺസിക്യൂട്ടീവ് 0ന് B3ZS വെച്ചിട്ട് ഒന്നുകിൽ നമുക്ക് 00V എന്ന് കാണിക്കാം, അല്ലെങ്കിൽ B0V. അപ്പോൾ അത് ഏതാണെന്ന് നമുക്ക് നോക്കണം. അതിനെന്ത് ചെയ്യണം, ഏതാണെന്ന് നോക്കണമെങ്കിൽ എന്ത് വേണം, 2 കോൺസിക്യൂട്ടീവ് വയലേഷനിടയിൽ എത്ര ബൈപോളാർ പൾസസ് ഉണ്ടെന്ന് നോക്കണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വയലേഷൻ. പ്രീവിയസ് വയലേഷൻ നമ്മൾ പറഞ്ഞു ഇവിടെ ഒരെണ്ണം ഉണ്ടെന്നായിരിക്കും. അപ്പോൾ ഇതിനിടയിലുള്ള കോൺസിക്യൂട്ടീവ് ബൈപോളാർ പൾസസ് എത്രയാണ്, കോൺസിക്യൂട്ടീവ് ബൈപോളാർ. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുന്ന ഒന്നാമത്തെ കേസാണ് അത് എത്രയാണ്, കോൺസിക്യൂട്ടീവ് ബൈപോളാർ പൾസസ് എന്ന് പറയുന്നത് ഓടാണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓടായിരിക്കുന്ന സമയത്ത് എങ്ങനെയാണ്, കോൺസിക്യൂട്ടീവ് ബൈപോളാർ പൾസസ് ഓടായിരിക്കുന്ന സമയത്ത് എന്ത് വരും, നമുക്കറിയാം എന്ത് വെച്ചിട്ടാണ് കൂടിയ 00V വെച്ചിട്ടാണ്. ഓടായിരിക്കുമ്പോൾ 00V വെച്ചിട്ടാണ്. അപ്പോൾ 00V എന്ന് പറയുമ്പോൾ എന്ത് വരും, അപ്പോൾ നോക്കുക, 0ന് പകരം 0ന്, ഈ 0ന് പകരം 0ന്, V എന്ന് പറയുമ്പോൾ തേർഡ് ബിറ്റ് 0ന് പകരം V ആണ് വേണ്ടത്. V എന്ന് പറയുന്നത് കൊടുക്കുന്നത് ലാസ്റ്റിലുള്ള ബൈപോളാർ റെപ്രസെൻറ്റേഷൻ മൈനസ് ആണ്. അപ്പോൾ അതിൻ്റെ വയലേഷൻ എന്ന് പറയുന്നത് മൈനസ് തന്നെയാണ്. അപ്പോൾ ഇവിടെ മൈനസ് വന്നു. അപ്പോൾ അത് കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് 11 ആണ്. അപ്പോൾ അത് 0ൻ്റെ പാറ്റേൺ അല്ല. അപ്പോൾ 11നെ നമുക്ക് എങ്ങനെ വെച്ചാൽ ബൈനറി സാധാരണ റിട്ടേൺ ടു 0 ഫോമായിട്ട് വെച്ചിട്ട് കാണിക്കുക. അപ്പോൾ 1ന് പകരം പ്ലസ് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ മൈനസ് അല്ല വന്നത്. അപ്പോൾ നെക്സ്റ്റ് ബൈപോളാർ റെപ്രസെൻറ്റേഷൻ +1 ആയിരിക്കും, അടുത്ത 1ന് പകരം മൈനസ് ആയിരിക്കും. അപ്പോൾ അത് കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് കോൺസിക്യൂട്ടീവ് 3 zeros ആണ്. അപ്പോൾ അത് നോക്കാം. 3 zeros ഒന്നുകിൽ 00V എന്നോ അല്ലെങ്കിൽ B0V എന്നോ കാണിക്കാം. അപ്പോൾ നമ്മളത് അത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് നോക്കണം, പ്രീവിയസ് ആയിട്ടുള്ള വയലേഷൻ നോക്കണം. ഇതാണ് പ്രീവിയസ് വയലേഷൻ. ഇപ്പോഴുള്ള നമുക്കറിയാം ഈ 0നെ കോഡ് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് ബിറ്റ് V ആയിരിക്കും അല്ലേ. 00V എന്നുള്ള കോഡ് യൂസ് ചെയ്താലും B0V എന്നുള്ള കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാലും ലാസ്റ്റിലത്തെ ബിറ്റ് V ആണ്. അപ്പോൾ ഈ വയലേഷനും തൊട്ട് പ്രീവിയസ് ആയിട്ടുള്ള വയലേഷനും ഇടയിൽ എത്ര ബൈപോളാർ പൾസസ് ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ നോക്കുക എത്ര ബൈപോളാർ പൾസസ് ഉണ്ട്, എത്ര നമ്പർ ഓഫ് വൺസ് ഉണ്ട്, 1 2 വൺസ് ഉണ്ട് അല്ലേ. ബൈപോളാർ പൾസസ് 2 എണ്ണം ഉണ്ട്. അപ്പോൾ 2 എണ്ണം ആകുമ്പോൾ അത് ഇവൺ ആണ്. അപ്പോൾ ഇവൺ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ അതിനെ എന്ത് ചെയ്യണം, ഓടാക്കി മാറ്റണം അല്ലേ. നമ്മുടെ ഇതെന്ന B3ZS എന്താണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ കോൺസിക്യൂട്ടീവ് ഇതിനിടയിലുള്ള ബൈപോളാർ പൾസസിൻ്റെ എണ്ണം ഓടാണെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുക, 00V വെക്കോ. ഇവൺ ആണെങ്കിൽ എന്താണ്, B0V ആണ്. അപ്പോൾ ഇത് ഇപ്പോൾ ഇവൺ ആണ്, ശരിക്കും പറഞ്ഞാൽ ഓടായിരിക്കണം. അപ്പോൾ ഇവൺ സാധനത്തിന് ഓടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു അഡീഷണൽ ബൈപോളാർ പൾസസ് കൊടുക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന സ്കീം ഏതായിരിക്കും, B0V ആയിരിക്കും. ഇപ്പോൾ B0V എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കുക, B എന്ന് പറയുന്നത് 0ന് പകരം ബൈപോളാർ കാണിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ 1ന് പകരമുള്ള ബൈപോളാർ റെപ്രസെൻറ്റേഷൻ മൈനസ് ആണ്. ഇപ്പോൾ ഇവിടെയുള്ള 0ന് പകരം ബൈപോളാർ B കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ മൈനസ് ആയതുകൊണ്ട് ഇവിടെ പ്ലസ് ആകും. പിന്നെ ഈ 0ന് പകരം 0 തന്നെ കൊടുക്കുക. നെക്സ്റ്റ് 0ന് പകരം വയലേഷനാണ് വേണ്ടത്. വയലേഷൻ എന്ന് പറയുമ്പോൾ നേരത്തെ വയലേഷൻ പ്ലസ് ആണ്. അപ്പോൾ അതിൻ്റെ വയലേഷൻ എന്ന് പറഞ്ഞാൽ പ്ലസ് തന്നെ വരും, ഓക്കെ. പിന്നെ അടുത്ത കേസ് നോക്കും. അടുത്ത കേസിൽ നോക്കുമ്പോൾ ഇതിലെന്താ ചെയ്യേണ്ടത്, കോൺസിക്യൂട്ടീവ് സീറോസ് ഒന്നുകിൽ 00V ആയിരിക്കും കൂടെ, അല്ലെങ്കിൽ B0V ആയിരിക്കും.
അപ്പോൾ അത് ഏതാണെന്ന് നോക്കാൻ വേണ്ടി നമ്മളിന്ന് കോൺസിക്യൂട്ടീവ് വയലേഷൻ നോക്കണം. ഇതിൻ്റെ മൂന്നാമത്തെ ബിറ്റ് വയലേഷൻ ആയിരിക്കും, ഇതിൻ്റെയും മൂന്നാമത്തെ ബിറ്റ് വയലേഷനാണ്. അപ്പോൾ അതിനിടയിൽ നമ്പർ ഓഫ് ബൈപ്പോളാർ പൾസസ് എത്രയെങ്കിലും ഉണ്ടോ? ഇല്ല, 0 നമ്പർ ഓഫ് ബൈപ്പോളാർ പൾസസ് ആണ്. അല്ലെ, വൺസ് ഇല്ലല്ലോ. അപ്പോൾ ആ സമയത്ത് എന്തായിരിക്കും? അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 0 നമ്പർ ഓഫ് ബൈപ്പോളാർ പൾസസ് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട സ്കീം ഏതാണ്? അപ്പോൾ ഈവൺ നമ്പർ എന്ന് നമുക്കറിയാലോ 0 എന്ന് പറയുന്നത്. അപ്പോൾ അതിന് B0V ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഓഡ് നമ്പർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ B0V യൂസ് ചെയ്യണം. അപ്പോൾ B0V നും 0 വരെ ബൈനറി ബൈപ്പോളാർ റെപ്രസെൻറ്റേഷൻ എടുക്കണം. അപ്പോൾ നേരത്തെയുള്ള ബൈപ്പോളാർ റെപ്രസെൻറ്റേഷൻ പ്ലസ് ആയിരുന്നു. അപ്പോൾ ഇവിടെയുള്ള ബൈപ്പോളാർ റെപ്രസെൻറ്റേഷൻ എന്തായിരിക്കും? മൈനസ് ആയിരിക്കും. പിന്നെ ആ 0 അതുപോലെ തന്നെ കീപ്പ് ചെയ്യുക. പിന്നെ വയലേഷന് പകരം എന്ത് കൊടുക്കണം? വയലേഷൻ നേരത്തെ ഇവിടെ മൈനസ് ആണ്, അപ്പോൾ അതിൻ്റെ വയലേഷൻ എന്ന് പറയുന്നത് മൈനസ് തന്നെയാണ്. പിന്നെ അടുത്ത കേസ് നോക്കുക. അടുത്ത നമ്പർ കോൺസിക്യൂട്ടീവ് സീറോസ് അല്ല. അപ്പോൾ നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിന് പകരമുള്ള ബൈപ്പോളാർ റെപ്രസെൻറ്റേഷൻ എഴുതിയാൽ മതി. 0ന് പകരം 0, ഈ 0ന് പകരം 0, 1ന് പകരം എന്താണ് ബൈപ്പോളാർ റെപ്രസെൻറ്റേഷൻ? നേരത്തെ ലാസ്റ്റ് യൂസ് ചെയ്തത് മൈനസ് ആയതുകൊണ്ട് ഇപ്പോൾ എന്ത് യൂസ് ചെയ്യണം? പ്ലസ് യൂസ് ചെയ്യണം. ഇനി അടുത്ത കേസ് നോക്കുക. അടുത്ത കോൺസിക്യൂട്ടീവ് 3 സീറോസ് ആണ്. അപ്പോൾ അതിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ബിറ്റ് V ആയിരിക്കും, വയലേഷൻ ആയിരിക്കും. അപ്പോൾ ഇതിലേത് സ്കീം യൂസ് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് 00V ഉപയോഗിക്കണം അല്ലെങ്കിൽ B0V ഉപയോഗിക്കണമെന്ന് നോക്കാൻ വേണ്ടി നമ്മൾ കോൺസിക്യൂട്ടീവ് വയലേഷൻ നോക്കുക. കോൺസിക്യൂട്ടീവ് വയലേഷനിടയിൽ ഒരു ബൈപ്പോളാർ ബിറ്റ്സ് ആണുള്ളത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഓഡ് നമ്പറാണ്. അപ്പോൾ ഓഡ് നമ്പർ ആയിരിക്കുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇതിന് എന്താ ചെയ്യുക? 00V വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ 0ന് വരെ 0ന്, 0ന് വരെ 0ന്, V എന്ന് പറയുമ്പോൾ നേരത്തെ എന്താണ്? ഈ ബൈപ്പോളാർ റെപ്രസെൻറ്റേഷൻ പ്ലസ് ആണ്. അപ്പോൾ ഇവിടെയുള്ള വയലേഷൻ എന്തായിരിക്കും? പ്ലസ് തന്നെ ആയിരിക്കും. അപ്പോൾ 0 അപ്പോൾ നെക്സ്റ്റ് 1 ആണ്. അപ്പോൾ 1ന് പ്രത്യേകിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ എന്ത് വരക്കാൻ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈപ്പോളാർ റെപ്രസെൻറ്റേഷൻ എന്താണ്? മൈനസ് ആണ്, അത് കൊടുക്കുക. അപ്പോൾ ഇതാണ് ഓഡ് നമ്പർ ഓഫ് വൺസ് ഉള്ള കേസിൽ വരുന്നത്, ഓഡ് നമ്പർ ഓഫ് ബൈപ്പോളാർ പൾസസ്. ഇനി ഇതുപോലെ തന്നെയാണ് ഈവൺ നമ്പർ ഓഫ് ബൈപ്പോളാർ പൾസസ് ഉണ്ടാവുക. അപ്പോൾ ഇതിൽ ഫസ്റ്റ് അസംപ്ഷൻ എന്താണ്? രണ്ട് വയലേഷനിടയിലുള്ള ബൈപ്പോളർ പൾസസ് എന്ന് പറയുന്നത് ഈവൺ നമ്പർ ആണ് എന്നാണ്. അപ്പോൾ ഈവൺ നമ്പർ ആകുമ്പോൾ നമുക്ക് എന്താ? B0V എന്നുള്ള നൊട്ടേഷനാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ നോക്കുക. ഒന്നാമത്തെ നമുക്കൊന്നും അറിയില്ല, 10 ആണ്. അത് ഈവൺ ആണെന്ന് നമ്മൾ ഊഹിച്ചു. ഈവൺ ആണെന്ന് ഊഹിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് 101 സാധാരണ ബൈപ്പോളർ റെപ്രസെൻറ്റേഷൻ തന്നെ കൊടുക്കും. ബൈപ്പോളർ 1ൻ്റെ ആണെങ്കിൽ പ്ലസ് കൊടുത്തു, 0ൻ്റെ 0 കൊടുത്തു, 1ൻ്റെ ആണെങ്കിൽ -1 കൊടുത്തു. ഇനി അടുത്തതിലേക്ക് 3 സീറോസ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? രണ്ട് വയലേഷനിടയിലാണ് നോക്കുക. രണ്ട് വയലേഷനിടയിൽ എത്ര വൺസ് ഉണ്ട്, ബൈപ്പോളർ പൾസസ് ഉണ്ടെന്ന് നോക്കാം. എത്ര ബൈപ്പോളർ പൾസസ് ഉണ്ട്? ഇത് നമ്മൾ എസ്യൂം ചെയ്യുന്ന ഒന്നാമത്തെ കേസാണ്. നമ്മൾ ഈവൺ നമ്പർ ഓഫ് ബൈപ്പോളർ പൾസസ് ഉണ്ടെന്ന് എസ്യൂം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈവൺ നമ്പർ ഓഫ് ബൈപ്പോളർ പൾസസ് ഉണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ്? B0V എന്നുള്ള നൊട്ടേഷനാണ് യൂസ് ചെയ്യുക. അപ്പോൾ B എന്ന് പറയുന്നത് എന്താണ്? B0V എന്ന് പറയുമ്പോൾ ഇപ്പോൾ B എന്ന് പറയുന്നത് നേരത്തെ മൈനസിലാണ് നിർത്തിയത്. അപ്പോൾ ബൈപ്പോളർ റെപ്രസെൻറ്റേഷൻ നെക്സ്റ്റിൻ്റെ പ്ലസ് വരും. 0ക്ക് പകരം 0 എന്നിട്ട് Vക്ക് പകരം വയലേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ പ്ലസ് യൂസ് ചെയ്തുകൊണ്ട് വയലേഷൻ എന്നാണ് പ്ലസ് തന്നെ ആയിരിക്കും. ഈ 11ന് കറസ്പോണ്ടിങ് ആയിട്ട് ബൈപ്പോളർ റെപ്രസെൻറ്റേഷൻ 11 എന്ന് പറയുമ്പോൾ എന്താ യൂസ് ചെയ്യും? ഇവിടെ ഇപ്പോൾ ലാസ്റ്റ് യൂസ് ചെയ്ത് പ്ലസ് ആയതുകൊണ്ട് ഇവിടെ മൈനസ് പ്ലസ് വരും. ഇനി അടുത്ത് 000 വരുന്നേരം നോക്കുക. 000 വരുന്ന സമയത്ത് എന്താ നമ്മൾ നോക്കേണ്ടത്? പ്രീവിയസ് വയലേഷൻ, ഇപ്പോഴുള്ള വയലേഷൻ എന്ന് നോക്കണം. അപ്പോൾ അതിനിടയിൽ എത്ര നമ്പർ ഓഫ് ബൈപ്പോളർ പൾസസ് ഉണ്ട് എന്ന് നോക്കുക. അപ്പോൾ 2 എണ്ണം ഉണ്ട്. അപ്പോൾ അത് ഈവൺ ആണ്. അപ്പോൾ ഈവൺ ആകുമ്പോൾ അതിന് ഓടാക്കണം. ഓടാക്കാൻ വേണ്ടിയിട്ടാണ് B0V എന്നുള്ള കോഡിംഗ് ആണ് യൂസ് ചെയ്യുക. അപ്പോൾ Bക്ക് പകരം എന്ത് യൂസ് ചെയ്യുന്നത്? നേരത്തെ Bക്ക് പകരം +1 ആണ്. അപ്പോൾ ഇവിടെ Bക്ക് പകരം എന്ത് വെച്ചാൽ -1 വരും. പിന്നെ 0 അതുപോലെ തന്നെ കീപ്പ് ചെയ്യും. വയലേഷൻ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, മൈനസ് തന്നെ വരും. ഇനി അടുത്തയും 0000 ആണ്. അപ്പോൾ നമ്മൾ നോക്കാം. അപ്പോൾ ഇതിൻ്റെ കേസിലാണ് എന്താ വേണ്ടത്? രണ്ട് കോൺസിക്യൂട്ടീവ് വയലേഷൻ ഇടയിലുള്ള കാര്യം നോക്കുക. അപ്പോൾ അതിലൊന്നുമില്ല, ഇവൺ നമ്പറാണ്. അപ്പോൾ ഇവൺ നമ്പർ ആകുന്നതെന്ന് വെച്ചാൽ B0V റെപ്രസെൻറ്റ് ചെയ്യണം. B0V ആകുമ്പോൾ 0ക്ക് പകരം എന്ത് കൊടുക്കും? നേരത്തെ ലാസ്റ്റ് മൈനസ് ആയതുകൊണ്ട് ഫസ്റ്റ് 0ക്ക് പകരം പ്ലസ് കൊടുക്കും. പിന്നെ മിഡിലുള്ള 0 തന്നെയാണ്. Vക്ക് പകരം എന്ത് കൊടുക്കണം? Vക്ക് പകരം കറസ്പോണ്ടിങ് ആയിട്ട് അതായത് ബൈപ്പോളർ വയലേഷനാണ്. ഇപ്പോൾ നേരത്തെ ഇവിടെ പ്ലസ് ആണല്ലോ. അപ്പോൾ ഇവിടെ എന്ത് വരും? വയലേഷൻ പ്ലസ് തന്നെ വരും. ഓക്കെ. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. 001ന് നമ്മൾ സാധാരണ ബൈപ്പോളർ റെപ്രസെൻറ്റേഷൻ കാണിച്ചാൽ മതി. 001 എന്ന് പറയുമ്പോൾ ഇപ്പോൾ 0ന് വരെ 0 തന്നെ, 0ന് വരെ 0ന്, 1ന് പകരം എന്ത് കൊടുക്കണം? ഇവിടെ ലാസ്റ്റ് +1 ആയതുകൊണ്ട് ഇവിടെ -1 കൊടുക്കണം. നെക്സ്റ്റ് 000ക്ക് പകരം എന്ത് കൊടുക്കണം? ഒന്നുകിൽ 00V ആയിരിക്കും അല്ലെങ്കിൽ B0V ആയിരിക്കും. അപ്പോൾ അതെന്താണെന്ന് നോക്കാൻ വേണ്ടി രണ്ട് വയലേഷനിടയിലുള്ള ബൈപ്പോളർ പൾസസിൻ്റെ എണ്ണം നോക്കുക. രണ്ട് വയലേഷനിടയിൽ എത്ര ബൈപ്പോളർ പൾസസ് ഉണ്ട്? ഒരെണ്ണേ ഉള്ളൂ. അപ്പോൾ അത് ഓടാണ്. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ 00V എന്നുള്ള റെപ്രസെൻറ്റേഷനാണ് യൂസ് ചെയ്യുക. അപ്പോൾ 00Vക്ക് പകരം എന്താണ് ലാസ്റ്റ് യൂസ് ചെയ്ത V എന്താണ്? -ആണ്. അപ്പോൾ വയലേഷനായിട്ട് മൈനസ് തന്നെ യൂസ് ചെയ്യും. പിന്നെ 1ന് പകരം എന്ത് കൊടുക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലസ് കൊടുക്കും. അപ്പോൾ ഇതാണ് B3ZS കോഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് മെയിനായിട്ട് യൂസ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മോഡാണോ ഇവണാണോ എന്ന് ചെക്ക് ചെയ്തിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നൊട്ടേഷൻ വെച്ചിട്ട് എൻകോഡ് ചെയ്യണം.
The condition for this coding is that number of bipolar pulses between the violation is odd. Then we will find a code of zeros as 0, 0, V. If the number of bipolar pulses between violation is even, we will code zeros as B0 V to make it as odd. അതായത് ഓഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ B0 00 V വെച്ചിട്ട് എൻകോഡ് ചെയ്യും. ഇവിടെ ആണെങ്കിൽ B0 V വെച്ചിട്ട് എൻകോഡ് ചെയ്യും. അങ്ങനെ ചെയ്യുന്നത് എന്തിനാണ്? അത് പിന്നെ ഓഡ് നമ്പർ ഓഫ് ബൈപ്പോളർ പൾസസ് തന്നെയായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ടോപ്പിക്. താങ്ക് യു.